ഹായ് ഫ്രണ്ട്സ്, +2 ലെവൽ എക്സാമിന് 2023 ചോദിച്ച മുഴുവൻ ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്യുന്ന ഒരു ക്ലാസ് ആണെന്ന് നമ്മൾ ആരംഭിക്കുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: താഴെ തന്നിരിക്കുന്ന സംഭവങ്ങളെ അവ നടന്ന ക്രമത്തിൽ രേഖപ്പെടുത്തിയ ഉത്തരം എഴുതുക. കയ്യൂർ സമരം, നിവർത്തന പ്രക്ഷോഭം, പുന്നപ്ര വയലാർ സമരം, പൂക്കോട്ടൂർ യുദ്ധം. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. പൂക്കോട്ടൂർ യുദ്ധം, നിവർത്തന പ്രക്ഷോഭം, കയ്യൂർ സമരം, പുന്നപ്ര വയലാർ സമരം, ഈ ഓർഡറിലാണ് വരുന്നത്. ഈ ഒരു ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെയൊക്കെ കറക്റ്റ് ആയിട്ടുള്ള കേരളത്തിൽ നടന്ന എല്ലാ പ്രക്ഷോഭങ്ങളുടെയും കറക്റ്റ് ആയിട്ടുള്ള ഡേറ്റ് അറിയണം. ഡേറ്റും ഇയറും അറിഞ്ഞാൽ മാത്രമേ ഇത് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ മാത്രം എക്സ്പ്ലനേഷൻ പറയുകയാണ്. എല്ലാ ക്വസ്റ്റ്യനും അങ്ങനെ ചെയ്യുന്നില്ല, ചോദ്യം ഉത്തരം എന്ന രീതിയിൽ വായിച്ചു പോവുകയാണ്. കേരളത്തിലെ പ്രധാന കലാപങ്ങൾ: 1599 ഉദയംപേരൂർ സുന്നഹദോസ്, 1599 ഉദയംപേരൂർ സുന്നഹദോസ്. 1653 കൂനംകുരിശ് സത്യാഗ്രഹം, 1653 കൂനംകുരിശ് സത്യാഗ്രഹം. 1697 അഞ്ചുതെങ്ങ് കലാപം, 1695 അഞ്ചുതെങ്ങ് കോട്ട പണിയുന്നത്. 1697 അഞ്ചുതെങ്ങ് കലാപം. 1721 ആറ്റിങ്ങൽ കലാപം, 1721 ആറ്റിങ്ങൽ കലാപം. 1741 കുളച്ചൽ യുദ്ധം, 1741 കുളച്ചൽ യുദ്ധം. 1793 to 97 വരെ ഒന്നാം പഴശ്ശി കലാപം, 1793 to 97 വരെ ഒന്നാം പഴശ്ശി കലാപം. 1800 to 1805 വരെ രണ്ടാം പഴശ്ശി കലാപം. 1812 കുറിച്യർ ലഹള. 1859 ചാന്നാർ ലഹള. 1891 മലയാളി മെമ്മോറിയൽ. ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. 1599 ഉദയംപേരൂർ സുന്നഹദോസ്. 1653 കൂനംകുരിശ് സത്യാഗ്രഹം. 1697 അഞ്ചുതെങ്ങ് കലാപം. 1721 ആറ്റിങ്ങൽ കലാപം. 1741 കുളച്ചൽ യുദ്ധം. 1793 മുതൽ 97 വരെ ഒന്നാം പഴശ്ശി കലാപം. 1800 to 1805 വരെ രണ്ടാം പഴശ്ശി കലാപം. 1812 കുറിച്യർ ലഹള. 1859 ചാന്നാർ ലഹള. 1891 മലയാളി മെമ്മോറിയൽ. 1893 വില്ലുവണ്ടി സമരം. 1896 ഈഴവ മെമ്മോറിയൽ. 1900 രണ്ടാം ഈഴവ മെമ്മോറിയൽ. 1912 നെടുമങ്ങാട് ചന്തലഹള. 1913 കായൽ സമരം അല്ലെങ്കിൽ കായൽ സമ്മേളനം. 1915 കല്ലുമാല സമരം, പെരിനാട് ലഹള. കല്ലുമാല സമരം അല്ലെങ്കിൽ പെരിനാട് ലഹള. ഊരൂട്ടമ്പല ലഹള അല്ലെങ്കിൽ 90ാമത് ലഹള, കർഷക ലഹള. ഊരൂട്ടമ്പല ലഹള, 90ാമത് ലഹള, കർഷക ലഹള. കല്ലുമാല സമരം, പെരിനാട് ലഹള 1915. 1917 തളി ക്ഷേത്ര പ്രക്ഷോഭം. 1917 തളി ക്ഷേത്ര പ്രക്ഷോഭം. 1919 മുതൽ 1922 വരെ പൗരസമത്വവാദ പ്രക്ഷോഭം. 1919 മുതൽ 1922 വരെ പൗരസമത്വവാദ പ്രക്ഷോഭം. 1921 മലബാർ കലാപം അല്ലെങ്കിൽ വാഗൺ ട്രാജഡി. 1921 മലബാർ കലാപം, വാഗൺ ട്രാജഡി. 1893 വില്ലുവണ്ടി സമരം. 1896 ഈഴവ മെമ്മോറിയൽ. 1900 രണ്ടാം ഈഴവ മെമ്മോറിയൽ. 1912 നെടുമങ്ങാട് ചന്തലഹള. 1913 കായൽ സമ്മേളനം അല്ലെങ്കിൽ കായൽ സമരം. 1915 ഊരൂട്ടമ്പലം ലഹള, 90ാം ആണ്ട് ലഹള, കർഷക ലഹള. കല്ലുമാല സമരം, പെരിനാട് ലഹള 1915. 1917 തളി ക്ഷേത്ര പ്രക്ഷോഭം. 1919 മുതൽ 22 വരെ പൗരസമത്വവാദ പ്രക്ഷോഭം. 1921 മലബാർ കലാപം, വാഗൺ ട്രാജഡി. 1924 വൈക്കം സത്യാഗ്രഹം. 1924 വൈക്കം സത്യാഗ്രഹം. 1925 കൽപ്പാത്തി സമരം. 25 കൽപ്പാത്തി സമരം. 1926 ശുചീന്ദ്രം പ്രക്ഷോഭം. 1930 ഉപ്പു സത്യാഗ്രഹം. 1931 ഗുരുവായൂർ സത്യാഗ്രഹം, യാചനയാത്രയും 1931 1932 നിവർത്തന പ്രക്ഷോഭം.
1936 ക്ഷേത്രപ്രവേശന വിളംബരം, വൈദ്യുതി സമരം, പട്ടിണി ജാഥ. 1936 ക്ഷേത്രപ്രവേശന വിളംബരം, വൈദ്യുതി സമരം, പട്ടിണി ജാഥ. 1938 കല്ലറ പാങ്ങോട് സമരം, ഉത്തരവാദ ഭരണ പ്രക്ഷോഭം. 1939 കടക്കൽ സമരം. 1939 കടക്കൽ സമരം. 1924 വൈക്കം സത്യാഗ്രഹം. 1925 കൽപ്പാത്തി സമരം. 1926 ശുചീന്ദ്രം പ്രക്ഷോഭം. 1930 ഉപ്പു സത്യാഗ്രഹം. 1931 ഗുരുവായൂർ സത്യാഗ്രഹവും യാചനയാത്രയും. 1932 നിവർത്തന പ്രക്ഷോഭം. 1936 ക്ഷേത്രപ്രവേശന വിളംബരം, വൈദ്യുതി സമരം, പട്ടിണി ജാഥ. 1938 കല്ലറ പാങ്ങോട് സമരം, ഉത്തരവാദ ഭരണ പ്രക്ഷോഭം. 1938 1939 കടക്കൽ സമരം. 1939 കടക്കൽ സമരം. 1940 മൊറാഴ സമരം, ആരോൺ മിൽ സമരം. 1940 മൊറാഴ സമരം, ആരോൺ മിൽ സമരം. 1941 കയ്യൂർ സമരം. 1941 കയ്യൂർ സമരം. 1942 കീഴരിയൂർ ബോംബ് കേസ്. 1942 കീഴരിയൂർ ബോംബ് കേസ്. 1946 പുന്നപ്ര വയലാർ സമരം. 1946 പുന്നപ്ര വയലാർ സമരം. കരിവെള്ളൂർ സമരം, തോൽവിറക് സമരം, കുട്ടംകുളം സമരം, കാവുമ്പായി സമരം, MSP സമരം, കൂത്താളി സമരം. ഇവയെല്ലാം 1946 1947 പാലിയം സത്യാഗ്രഹം. 1940 മൊറാഴ സമരം, ആരോൺ മിൽ സമരം. 1941 കയ്യൂർ സമരം. 1942 കീഴരിയൂർ ബോംബ് കേസ്. 1946 പുന്നപ്ര വയലാർ സമരം. 1946 കരിവെള്ളൂർ സമരം, തോൽ വിറക് സമരം, കുട്ടംകുളം സമരം, കാവുമ്പായി സമരം, MSP സമരം, കൂത്താളി സമരം. 1947 പാലിയം സത്യാഗ്രഹം. 1947 പാലിയം സത്യാഗ്രഹം. 1954 മയ്യഴി സമരം. 1954 മയ്യഴി സമരം. 1957 ഒരണ സമരം. 1957 ഒരണ സമരം. 1959 വിമോചന സമരം. 1959 വിമോചന സമരം. 1970 തിരുനെല്ലി തൃശ്ശിലേരി സമരം. 1970 തിരുനെല്ലി തൃശ്ശിലേരി സമരം. 2003 മുത്തങ്ങ കലാപം. 2003 മുത്തങ്ങ കലാപം. 2007 ചെങ്ങറ ഭൂസമരം. 2007 ചെങ്ങറ ഭൂസമരം. 2014 നിലവിളി സമരം. 2014 നിൽപ്പ് സമരം. നിലവിളി സമരം, നിൽപ്പ് സമരം. 2015 ചുംബന സമരം. 1947 പാലിയം സത്യാഗ്രഹം. 1954 മയ്യഴി സമരം. 1957 ഒരണ സമരം. 1959 വിമോചന സമരം. 1970 തിരുനെല്ലി തൃശ്ശിലേരി സമരം. 2003 മുത്തങ്ങ കലാപം. 2007 ചെങ്ങറ ഭൂസമരം. 2014 നിലവിളി, നിൽപ്പ് സമരങ്ങൾ. 2015 ചുംബന സമരം. എല്ലാവരും കറക്റ്റായിട്ടുള്ള എല്ലാ പോയിന്റ്സും നോക്കി വയ്ക്കുക. റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞത് ക്ലാസ് കാണുന്നതിന് കൂടെ തന്നെ പഠിക്കാൻ വേണ്ടിയിട്ടാണ്. എന്തായാലും PSC പരീക്ഷകളിൽ 1 മാർക്ക് ഏത് എക്സാം ആയിക്കോട്ടെ ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് ഷുവറാണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. അസംഗാൾ പ്രഖ്യാപനം ഏത് കലാപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അസംഗാൾ പ്രഖ്യാപനം ശിപായി ലഹള. താഴെ തന്നിരിക്കുന്ന മുദ്രാവാക്യങ്ങളിൽ സുഭാഷ് ചന്ദ്രബോസുമായി ബന്ധപ്പെട്ടത് എടുത്തെഴുതുക. എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം നൽകാം. എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം നൽകാം എന്ന മുദ്രാവാക്യം സുഭാഷ് ചന്ദ്രബോസിൻ്റെതാണ്. റഷ്യയിൽ കൂട്ടുകൃഷി സമ്പ്രദായത്തെ എതിർത്ത സമ്പന്നരായ ഭൂവുടമവർഗം ഏതു പേരിൽ അറിയപ്പെടുന്നു? കുലാക്കുകൾ. താഴെ തന്നിരിക്കുന്നവയിൽ റഷ്യൻ വിപ്ലവവുമായി ബന്ധമില്ലാത്തത് ഏത്? ബാസ്റ്റൽ ജയിലിന്റെ പതനം, ബ്ലഡി സൺഡേ, ഡ്യൂമ, യുദ്ധകാല കമ്മ്യൂണിസം എന്നിവ റഷ്യൻ വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. 2023 നാറ്റോയിൽ അംഗത്വം നേടിയ രാജ്യം ഫിൻലാൻഡ്. ഇന്ത്യയിലെ ഒരു പ്രധാന ഹിൽ സ്റ്റേഷനായ മൗണ്ട് അബു സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? രാജസ്ഥാൻ. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ലാർജ് സ്കെയിൽ മാപ്പ് ഏതാണ്? കഡസ്ട്രൽ ഭൂപടം. അസംഗാൾ പ്രഖ്യാപനം ശിപായി ലഹളയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം നൽകാം എന്ന മുദ്രാവാക്യം സുഭാഷ് ചന്ദ്രബോസിൻ്റെതാണ്.
റഷ്യയിൽ കൂട്ടുകൃഷി സമ്പ്രദായത്തെ എതിർത്ത സമ്പന്നരായ ഭൂവുടമ വർഗം കുലാക്കുകൾ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നു. റഷ്യ വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ് ബ്ലഡി സൺഡേ, ഡ്യൂമ, യുദ്ധകാല കമ്മ്യൂണിസം. 2023 നാറ്റോയിൽ അംഗത്വം നേടിയ രാജ്യമാണ് ഫിൻലാൻഡ്. ഇന്ത്യയിലെ ഒരു പ്രധാന ഹിൽ സ്റ്റേഷനായ മൗണ്ട് അബു സ്ഥിതി ചെയ്യുന്നത് രാജസ്ഥാനിലാണ്. ലാർജ് സ്കെയിൽ മാപ്പിന് എക്സാമ്പിളാണ് കഡസ്ട്രൽ ഭൂപടം. പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവും സന്ധിക്കുന്ന പ്രദേശമാണ് നീലഗിരി. പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവും സന്ധിക്കുന്ന പ്രദേശം നീലഗിരി. ട്രോപ്പോസ്ഫിയറിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വാതകം നൈട്രജൻ. ട്രോപ്പോസ്ഫിയറിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വാതകമാണ് നൈട്രജൻ. പാൻജിയ എന്ന ആശയം ആദ്യമായി അവതരിപ്പിച്ചത് ആൽഫ്രഡ് വെഗ്നർ. പാൻജിയ എന്ന ആശയം ആദ്യമായി അവതരിപ്പിച്ചത് ആൽഫ്രഡ് വെഗ്നർ. ഉത്തരായന രേഖ 23.5 ഡിഗ്രി നോർത്ത് കടന്നു പോകാത്ത രാജ്യമേത്? ന്യൂസിലാൻഡ്. ഉത്തരായന രേഖ കടന്നുപോകുന്ന രാജ്യങ്ങളാണ് മെക്സിക്കോ, ഇന്ത്യ, മാലി. റാബി വിളകൾ വിളവെടുക്കുന്ന സമയം ഏപ്രിൽ മുതൽ മെയ് വരെ. റാബി വിളകൾ വിളവെടുക്കുന്ന സമയം ഏപ്രിൽ മുതൽ മെയ് വരെയാണ്. മധ്യപ്രദേശിലെ പന്ന ഖനികളിൽ എന്തിന്റെ ഉൽപാദനത്തിനാണ് പ്രസിദ്ധം? വജ്രം. വജ്രഖനിയാണ് പന്ന. സർബതി സൊറോണ എന്ന ഗോതമ്പിനം വികസിപ്പിച്ച കൃഷിശാസ്ത്രജ്ഞൻ ഡോക്ടർ MS സ്വാമിനാഥൻ. സർബതി സൊറോണ എന്ന ഗോതമ്പിനം വികസിപ്പിച്ചത് ഡോക്ടർ MS സ്വാമിനാഥൻ. നീതി ആയോഗിന്റെ ആസ്ഥാനം ന്യൂഡൽഹി. പുകയില ഉൽപ്പാദിപ്പിക്കുന്ന കേരളത്തിലെ ഏക ജില്ല കാസർഗോഡ്. 2023 ലോക ബാങ്കിന്റെ ലോജിസ്റ്റിക് പെർഫോമൻസ് സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 38. ജവഹർലാൽ നെഹ്റു മുന്നോട്ട് വച്ച ലക്ഷ്യപ്രമേയത്തെ തെറ്റ്, നിയമവിരുദ്ധം, അപക്വമായത്, ദാരുണമായത്, അപകടകരം എന്നൊക്കെ വിശേഷിപ്പിച്ച ഭരണഘടനാ നിർമ്മാണ സഭാംഗമാരായിരുന്നു? മുകുന്ദും രാംറാവു ജയകർ. പശ്ചിമഘട്ടത്തെയും പൂർവ്വഘട്ടവും സന്ധിക്കുന്ന പ്രദേശമാണ് നീലഗിരി. ട്രോപ്പോസ്ഫിയറിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വാതകം നൈട്രജൻ. പാൻജിയ എന്ന ആശയം ആദ്യമായി അവതരിപ്പിച്ചത് ആൽഫ്രഡ് വെഗ്നർ. ഉത്തരായന രേഖ കടന്നു പോകാത്ത രാജ്യം ന്യൂസിലാൻഡ്. റാബി വിളകൾ വിളവെടുക്കുന്ന സമയം ഏപ്രിൽ മുതൽ മെയ് വരെ. മധ്യപ്രദേശിലെ പന്ന ഖനികൾ വജ്രത്തിന്റെ ഉൽപാദനത്തിൽ പ്രസിദ്ധം. സർബതി സൊറോണ എന്ന ഗോതമ്പിനം വികസിപ്പിച്ച കൃഷിശാസ്ത്രജ്ഞൻ ഡോക്ടർ MS സ്വാമിനാഥൻ. നീതി ആയോഗിന്റെ ആസ്ഥാനം ന്യൂഡൽഹി. പുകയില ഉൽപ്പാദിപ്പിക്കുന്ന കേരളത്തിലെ ഏക ജില്ല കാസർഗോഡ്. 2023 ലോകബാങ്കിന്റെ ലോജിസ്റ്റിക് പെർഫോമൻസ് സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 38. ജവഹർലാൽ നെഹ്റു മുന്നോട്ട് വെച്ച ലക്ഷ്യപ്രമേയത്തെ തെറ്റ്, നിയമവിരുദ്ധം, അപക്വമായത്, ദാരുണമായത്, അപകടകരം എന്നൊക്കെ വിശേഷിപ്പിച്ചത് മുകുന്ദ രാംറാവു ജയങ്കർ. ചേരുംപടി ചേർക്കുക. എ കോളം ഫസൽ അലി കമ്മീഷൻ. ഭാഷയുടെ അടിസ്ഥാനത്തിലുള്ള ആദ്യ സംസ്ഥാന രൂപീകരണം ഛത്തീസ്ഗഡ് രൂപീകരണം, ഗോവ സംസ്ഥാന രൂപീകരണം. മാച്ച് ചെയ്തിട്ടുള്ള ഓപ്ഷൻസ് വായിക്കാം. ഫസൽ അലി കമ്മീഷൻ 1953 ഡിസംബർ. ഫസൽ അലി കമ്മീഷൻ 1953 ഡിസംബർ. ഭാഷയുടെ അടിസ്ഥാനത്തിലുള്ള ആദ്യ സംസ്ഥാന രൂപീകരണം 1953 ഒക്ടോബർ. ഭാഷയുടെ അടിസ്ഥാനത്തിലുള്ള ആദ്യ സംസ്ഥാന രൂപീകരണം 1953 ഒക്ടോബർ. ഛത്തീസ്ഗഡ് രൂപീകരണം 2000 നവംബർ. ഛത്തീസ്ഗഡ് രൂപീകരണം 2000 നവംബർ. ഗോവ സംസ്ഥാന രൂപീകരണം 1987 മെയ്. ഗോവ സംസ്ഥാന രൂപീകരണം 1987 മെയ്. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ശരിയായത് മാത്രമേ വായിക്കുന്നുള്ളൂ, വെറുതെ ലാഗ് ചെയ്യേണ്ട എന്ന് കരുതിയിട്ടാണ്. ശരിയായ പ്രസ്താവനകൾ: ഇന്ത്യൻ ഭരണഘടന ആദ്യമായി ഭേദഗതി ചെയ്തത് 1951 ഇന്ത്യൻ ഭരണഘടന ആദ്യമായി ഭേദഗതി ചെയ്തത് 1951 ഇന്ത്യൻ ഭരണഘടനയിൽ അവസാനമായി പാസാക്കിയ ഭേദഗതിയിൽ ഒപ്പുവെച്ചത് രാംനാഥ് കോവിന്ദാണ്. ഇന്ത്യൻ ഭരണഘടനയിൽ അവസാനമായി പാസാക്കിയ ഭേദഗതിയിൽ ഒപ്പുവെച്ചത് രാംനാഥ് കോവിന്ദാണ്. ഇന്ത്യൻ ഭരണഘടനാ വകുപ്പുകൾക്ക് ചേരുംപടി ചേർക്കുക. കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻസ് മാത്രമേ വായിക്കുന്നുള്ളൂ. നിയമപരമായ അവകാശമാണ് സ്വത്തവകാശം. സ്വത്തവകാശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിളാണ് 300A. 300Aയിലാണ് സ്വത്തവകാശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. നിയമപരമായ അവകാശമാണ് സ്വത്തവകാശം 300A വകുപ്പ് പ്രകാരം.
ഭരണഘടനാ ഭേദഗതി 368 വകുപ്പ്. ഭരണഘടനാ ഭേദഗതി 368 വകുപ്പ്. അവശിഷ്ടാധികാരങ്ങൾ 248 വകുപ്പ്. അവശിഷ്ടാധികാരങ്ങൾ 248 വകുപ്പ്. ഏകീകൃത സിവിൽ കോഡ് ആർട്ടിക്കിൾ 44 പ്രകാരമാണ് ഏകീകൃത സിവിൽ കോഡ്. ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം. നിയമപരമായ അവകാശമാണ് സ്വത്തവകാശം ആർട്ടിക്കിൾ 300A. ഭരണഘടനാ ഭേദഗതി ആർട്ടിക്കിൾ 368. അവശിഷ്ടാധികാരങ്ങൾ ആർട്ടിക്കിൾ 248. ഏകീകൃത സിവിൽ കോഡ് 44 വകുപ്പ്. താഴെ തന്നിരിക്കുന്ന വിഷയങ്ങളിൽ നിന്നും കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ടവ കണ്ടെത്തുക. കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്നവയാണ് വിവാഹമോചനം, വനം, കുടുംബാസൂത്രണം. വിവാഹമോചനം, വനം, കുടുംബാസൂത്രണം എന്നിവ കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്നവയാണ്. പഞ്ചായത്തി രാജുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏവ? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ അംഗീകാരം നൽകണമെന്ന് ശുപാർശ ചെയ്ത കമ്മിറ്റിയാണ് PK തുങ്കൻ കമ്മിറ്റി. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ അംഗീകാരം നൽകണമെന്ന് ശുപാർശ ചെയ്ത കമ്മിറ്റിയാണ് PK തുങ്കൻ കമ്മിറ്റി. EMS നമ്പൂതിരിപ്പാട് അശോക് മേത്ത കമ്മിറ്റിയിലെ അംഗമായിരുന്നു. ഇന്ത്യയിൽ ആദ്യമായി പഞ്ചായത്തി രാജ് സംവിധാനം നിലവിൽ വന്നത് 1959 ഒക്ടോബർ 2 രാജസ്ഥാനിലാണ്. പഞ്ചായത്തി രാജുമായി ശരിയായ പ്രസ്താവനകളാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ അംഗീകാരം നൽകണമെന്ന് ശുപാർശ ചെയ്ത കമ്മിറ്റിയാണ് PK തുങ്കൻ കമ്മിറ്റി. EMS നമ്പൂതിരിപ്പാട് അശോക് മേത്ത കമ്മിറ്റിയിലെ അംഗമായിരുന്നു. ഇന്ത്യയിൽ ആദ്യമായി പഞ്ചായത്തി രാജ് സംവിധാനം നിലവിൽ വന്നത് 1959 ഒക്ടോബർ 2 രാജസ്ഥാനിലായിരുന്നു. ഇന്ത്യൻ പ്രധാനമന്ത്രിമാരെ കാലക്രമത്തിൽ ക്രമപ്പെടുത്തുക. ലാൽ ബഹദൂർ ശാസ്ത്രി, ഇന്ദിരാഗാന്ധി, രാജീവ് ഗാന്ധി, വിശ്വനാഥ് പ്രതാപ് സിംഗ്, PV നരസിംഹറാവു, അടൽ ബിഹാരി വാജ്പേയി. ഇന്ത്യയുടെ 10ാമത്തെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറായിരുന്ന തിരുനെല്ലായി നാരായണ അയ്യർ ശേഷൻ അന്തരിച്ചത് എന്ന്? ഇന്ത്യയുടെ 10ാമത്തെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറായിരുന്ന തിരുനെല്ലായി നാരായണ അയ്യർ ശേഷൻ അന്തരിച്ചത് 2019 നവംബർ 10. താഴെ തന്നിരിക്കുന്നവയിൽ കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രി ആയിട്ടില്ലാത്തത് ആര്? TM ജേക്കബ്, നാലകത്ത് സൂപ്പി, ശിവൻകുട്ടി, C അച്യുതമേനോൻ, PJ ജോസഫ്. C അച്യുതമേനോനാണ് കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രി ആയിട്ടില്ലാത്തത്. വിധവ പുനർവിവാഹം പ്രോത്സാഹിപ്പിക്കുന്നതിനായി വിധവകൾ അല്ലെങ്കിൽ വിവാഹമോചിതർ എന്നിവർക്ക് പുനർവിവാഹത്തിന് സാമ്പത്തിക സഹായം നൽകുന്ന കേരള സർക്കാർ പദ്ധതിയാണ് മംഗല്യ പദ്ധതി. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവന ഏത്? 1978 കേരള ചുമട്ടുതൊഴിലാളി നിയമം നിലവിൽ വന്നു. കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷനാണ്. കേരള ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് ബോർഡ് സ്ഥാപിതമായത് 1957 കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് സ്ഥാപിതമായത് 1960 ഈ ഒരു ഓപ്ഷനാണ് തെറ്റായിട്ടുള്ളത്. 1984 കേരള വാട്ടർ അതോറിറ്റി രൂപീകരിച്ചു. ശരിയായ ഓപ്ഷൻസ് ഒന്നുകൂടെ വായിക്കാം. 1978 കേരള ചുമട്ടുതൊഴിലാളി നിയമം നിലവിൽ വരുന്നത്. കേരള ഗാന്ധി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് ബോർഡ് സ്ഥാപിതമായത് 1957. 1984 കേരള വാട്ടർ അതോറിറ്റി രൂപീകരിച്ചു. ഇന്ത്യൻ ഭരണഘടനയുടെ 370 വകുപ്പ് റദ്ദാക്കുകയും ഒരു പുനഃസംഘടനാ നിയമം പാസാക്കി. ജമ്മു കാശ്മീർ, ലഡാക്ക് എന്നീ 2 കേന്ദ്രഭരണ പ്രദേശങ്ങൾ പ്രാബല്യത്തിൽ വന്നത് 2019 ഒക്ടോബർ. ഇന്ത്യൻ ഭരണഘടനയുടെ 370 വകുപ്പ് റദ്ദാക്കുകയും ഒരു പുനഃസംഘടനാ നിയമം പാസാക്കി. ജമ്മു കാശ്മീർ, ലഡാക്ക് എന്നീ കേന്ദ്രഭരണ പ്രദേശങ്ങൾ പ്രാബല്യത്തിൽ വന്നത് 2019 ഒക്ടോബർ. ഒരു ഭൂമി, ഒരു കുടുംബം, ഒരു ഭാവി എന്ന മുദ്രാവാക്യം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? G20 ഉച്ചകോടി. ഒരു ഭൂമി, ഒരു കുടുംബം, ഒരു ഭാവി എന്ന മുദ്രാവാക്യം G20 ഉച്ചകോടിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. മനുഷ്യഹൃദയത്തിലെ ഏത് അറയുടെ ഭിത്തിക്കാണ് ഏറ്റവും കൂടുതൽ കട്ടിയുള്ളത്? ഇടത് വെൻട്രിക്കിൾ. മനുഷ്യഹൃദയത്തിലെ ഇടത് വെൻട്രിക്കിളിനാണ് ഏറ്റവും കൂടുതൽ കട്ടിയുള്ളത്. ജീവകം B6ന്റെ രാസനാമം പിരിഡോക്സിൻ. ജീവകം B6ന്റെ രാസനാമമാണ് പിരിഡോക്സിൻ. പ്രമേഹത്തിന്റെ ഏതു വകഭേദത്തെയാണ് ജീവിതശൈലി രോഗമായി കണക്കാക്കുന്നത്? ടൈപ്പ് 2 പ്രമേഹം. പ്രമേഹത്തിന്റെ ടൈപ്പ് 2നെയാണ് ജീവിതശൈലി രോഗമായി കണക്കാക്കുന്നത്. ഫംഗസ് മുഖേന മനുഷ്യരിൽ ഉണ്ടാകുന്ന രോഗമാണ് റിംഗ് വേം. ഫംഗസ് മുഖേന മനുഷ്യരിലെത്തുന്ന രോഗമാണ് റിംഗ് വേം.
മനുഷ്യന്റെ ആരോഗ്യത്തോടൊപ്പം മൃഗങ്ങളുടെയും പരിസ്ഥിതിയുടെയും ആരോഗ്യം നിലനിർത്തി രോഗപ്രതിരോധം കൈവരിക്കുക എന്ന ലക്ഷ്യത്തോടെ ആരോഗ്യ വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതിയാണ് വൺ ഹെൽത്ത്. ഭൂമിയുടെ കേന്ദ്രഭാഗത്ത് ഭൂഗുരുത്വാകർഷണ ബലം മൂലമുള്ള ത്വരണത്തിന്റെ മൂല്യം 0. ഭൂമിയുടെ കേന്ദ്രഭാഗത്ത് ഭൂഗുരുത്വാകർഷണ ബലം മൂലമുള്ള ത്വരണത്തിന്റെ മൂല്യം 0 ആണ്. 2 കിലോഗ്രാം ഭാരമുള്ള ഒരു വസ്തുവിനെ 2 മീറ്റർ ഉയരത്തിലെത്തിക്കാൻ ആവശ്യമായ പ്രവൃത്തിയുടെ അളവാണ് 39.2. മരീചിക ഏത് പ്രതിഭാസം മൂലമാണ് ഉണ്ടാകുന്നത്? പൂർണ്ണാന്തര പ്രതിഫലനം. റാണി രാംപാൽ ഏത് കായിക മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഹോക്കി. റാണി രാംപാൽ ഹോക്കിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. മരീചിക പൂർണ്ണാന്തര പ്രതിഫലനത്തിന് ഉദാഹരണമാണ്. മനുഷ്യന്റെ ആരോഗ്യത്തോടൊപ്പം മൃഗങ്ങളുടെയും പരിസ്ഥിതിയുടെയും ആരോഗ്യം നിലനിർത്തി രോഗപ്രതിരോധം കൈവരിക്കുക എന്ന ലക്ഷ്യത്തോടെ ആരോഗ്യ വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതിയാണ് വൺ ഹെൽത്ത്. വാതകങ്ങളുടെ മർദ്ദവും താപനിലയും തമ്മിലുള്ള ബന്ധം പ്രസ്താവിക്കുന്ന നിയമമാണ് ഗേ-ലൂസാക്ക് നിയമം. വാതകങ്ങളുടെ മർദ്ദവും താപനിലയും തമ്മിലുള്ള ബന്ധം പ്രസ്താവിക്കുന്ന നിയമം ഗേ-ലൂസാക്ക് നിയമം. 3D 10 4s1 എന്ന ബാഹ്യധമ ഇലക്ട്രോണിന്റെ വിന്യാസമുള്ള മൂലകം ഡാഷിൽ ഉൾപ്പെടുന്നു, ഡി ബ്ലോക്കിൽ ഉൾപ്പെടുന്നു. മനുഷ്യ ഉമിനീരിന്റെ pH മൂല്യം 6.4. മനുഷ്യ ഉമിനീരിന്റെ pH മൂല്യം 6.4. 2022 രസതന്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ച ശാസ്ത്രജ്ഞരിൽ ഉൾപ്പെടുന്നത് ആരാണ്? കരോളിൻ ആർ ബർട്ടോസി. കരോളിൻ ആർ ബർട്ടോസിയാണ് 2022 രസതന്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ച ശാസ്ത്രജ്ഞൻ. കഴിഞ്ഞ കാലം ആരുടെ ആത്മകഥയാണ്? കഴിഞ്ഞ കാലം KP കേശവമേനോൻ. നീലംപേരൂർ പടയണി ആഘോഷിച്ചു വരുന്ന ജില്ല ആലപ്പുഴ. നീലംപേരൂർ പടയണി ആഘോഷിച്ചു വരുന്ന ജില്ലയാണ് ആലപ്പുഴ. ഭാരതരത്ന ലഭിക്കുന്ന ആദ്യ കായിക താരം സച്ചിൻ ടെണ്ടുൽക്കർ. ഭാരതരത്ന ലഭിക്കുന്ന ആദ്യ കായിക താരമാണ് സച്ചിൻ ടെണ്ടുൽക്കർ. 2023 സ്വാതി തിരുനാൾ സംഗീത പുരസ്കാര ജേതാവ് P ജയചന്ദ്രൻ. 2023 സ്വാതി തിരുനാൾ സംഗീത പുരസ്കാര ജേതാവ് P ജയചന്ദ്രൻ.